അങ്ങനെ കൊൽക്കത്ത IPLന്റെ കിരീടം നേടിയിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് IPLലെ ഓരോ താരങ്ങൾക്ക് ലഭിച്ച അവാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൈദരാബാദിനെ തോൽപ്പിച്ച് കൊൽക്കത്ത മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. മൂന്നാമത്തെ IPL ട്രോഫിയാണ് കൊൽക്കത്ത ഏറ്റുവാങ്ങിയത്. ഇനി ഓരോ താരങ്ങൾക്ക് കിട്ടിയ പ്രൈസ് നോക്കാം. വിന്നേഴ്സിന് 20 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. കൊൽക്കത്ത ടീമിന് 20 കോടി പ്രൈസ് മണി കിട്ടി. റണ്ണേഴ്സപ്പായ ഹൈദരാബാദിന് 12 കോടി 50 ലക്ഷം. ഈ സീസണിൽ എമർജിംഗ് പ്ലെയർ ആയത് നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു. താരത്തിന് 10 ലക്ഷം ലഭിച്ചു. അതുപോലെ അൾട്ടിമേറ്റ് ഫാന്റസി പ്ലെയർ ആയത് സുനിൽ നരൈൻ ആയിരുന്നു. താരത്തിന് 10 ലക്ഷം ലഭിച്ചു. ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് വിരാട് കോഹ്ലിക്കായിരുന്നു. താരത്തിന് 10 ലക്ഷം ലഭിച്ചു. ഈ സീസണിലെ പർപ്പിൾ ക്യാപ്പ് വിന്നറായത് പഞ്ചാബ് താരമായ ഹർഷൽ പട്ടേലാണ്. ഹർഷലിനും 10 ലക്ഷം രൂപ ലഭിച്ചു. അതുപോലെ മോസ്റ്റ് 6 അവാർഡ് ലഭിച്ചത് അഭിഷേക് ശർമ്മയ്ക്കായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ 4 അടിച്ചത് ട്രേവിസ് ഹെഡ് ആയിരുന്നു. താരത്തിന് 10 ലക്ഷം രൂപ കിട്ടി. അതുപോലെ ബെസ്റ്റ് സ്ട്രൈക്കർ ഓഫ് ദി അവാർഡ് കിട്ടിയത് ജേക്ക് ഫ്രേസറിനായിരുന്നു. ഡൽഹി താരത്തിന് 10 ലക്ഷം ലഭിച്ചു. അതുപോലെ ക്യാച്ച് ഓഫ് ദി സീസൺ ലഭിച്ചത് റാമൻദീപ് സിംഗിനായിരുന്നു. ഇനി ബെസ്റ്റ് പിച്ചിന്റെ അവാർഡ് കിട്ടിയത് ഹൈദരാബാദ് പിച്ചിനായിരുന്നു. ഒരൊറ്റ IPLൽ കോടികളാണ് BCCI കൊടുത്തിരിക്കുന്നത്. ICC മത്സരങ്ങളിൽ പോലും ഇത്രയ്ക്കും കോടികൾ ആർക്കും തന്നെ കിട്ടുന്നില്ല. അത്രയും പ്രൈസ് മണിയാണ് BCCI കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലി ആർക്കും തന്നെ വിട്ടുകൊടുത്തില്ല. 741 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് കോഹ്ലി സ്വന്തമാക്കി. രാജസ്ഥാൻ താരം സഞ്ജു സാംസൺ 5ാം സ്ഥാനത്തുണ്ട്. സഞ്ജുവിന് 531 റൺസാണ്. മാൻ ഓഫ് ദി സീരീസ് സ്വന്തമാക്കിയത് സുനിൽ നരൈൻ ആയിരുന്നു. അദ്ദേഹം അത് അർഹിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ 24 വിക്കറ്റ് നേടി ഹർഷൽ പട്ടേൽ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.